നമസ്കാരം. നാട്ടിൽ വലിയ ശ്രദ്ധ നേടുന്ന അല്ലെങ്കിൽ വലിയ ചർച്ചാ വിഷയമാകുന്ന എന്തെങ്കിലും ഒരു സംഭവമോ വിഷയമോ ഉണ്ടാകുമ്പോൾ 90% പേരും ആ വിഷയത്തോട് ഒരേ നിലപാട് സ്വീകരിക്കുമ്പോൾ 10% ആളുകൾ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കും. അവരെ കൂടുതൽ ശ്രദ്ധിക്കുക, അവരുടെ അഭിപ്രായങ്ങൾ കൂടുതൽ ശ്രദ്ധേയമാകുക എന്നീ ലക്ഷ്യങ്ങളാണ് ഇതിന് മുന്നിൽ നിൽക്കുന്നത്. അതുകൂടാതെ ചില ദുരുദ്ദേശങ്ങളും ഇവരുടെ ഉള്ളിൽ ഉണ്ടാകും. കഴിഞ്ഞ ദിവസം 2 ഫേസ്ബുക്ക് കുറിപ്പുകൾ ശ്രദ്ധയിൽപ്പെട്ടു. ഭാരതീയർ എന്നാണ് ഇവർ അവകാശപ്പെടുന്നതെങ്കിലും യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന പാകിസ്ഥാനികളാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ദേശവിരുദ്ധത പച്ചയ്ക്ക് പബ്ലിക്കായിട്ട് ഡയറക്റ്റ് ആയിട്ടൊക്കെ സംസാരിച്ചാൽ അതിന് കടുത്ത നിയമ നടപടികൾ തീർച്ചയായും സ്വീകരിക്കേണ്ടി വരും എന്ന് ഇക്കൂട്ടർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഒരു യുദ്ധമുണ്ടായാൽ ലോകത്തിന്റെ സമാധാനത്തെ അതെങ്ങനെ ബാധിക്കും? ഒരു കാരണവശാലും നിരപരാധികൾ ഒരു യുദ്ധത്തിന്റെ പേരിൽ ക്രൂശിക്കപ്പെട്ടുകൂടാ. ഏത് യുദ്ധം എടുത്തു നോക്കിയാലും ആ യുദ്ധത്തിൽ ക്രൂശിക്കപ്പെടുന്നത് അത്രയും നിരപരാധികളായിരിക്കും എന്ന് തുടങ്ങി ഇന്ത്യ പാകിസ്ഥാനെതിരെ ഒരു പ്രത്യാക്രമണം നടത്തിയപ്പോൾ ശ്രദ്ധിക്കണം, ഇന്ത്യ അടിയോ ആക്രമണമോ അല്ല നടത്തിയത്, തിരിച്ചടിയും പ്രത്യാക്രമണവും, അങ്ങനെ വേണം അതിനെ വിശേഷിപ്പിക്കാൻ. അതാണല്ലോ ശരി. ആദ്യം പാകിസ്ഥാനാണ് ഇങ്ങോട്ട് പ്രകോപനമുണ്ടാക്കിയത്. അത് പ്രകോപനമല്ലായിരുന്നു, നമ്മുടെ സഹോദരങ്ങളുടെ ജീവൻ എടുക്കുകയായിരുന്നു യാതൊരു കാരണവും ഇല്ലാതെ. അപ്പോൾ ആ ഒരു തിരിച്ചടിയെ ഇന്ത്യ തിരിച്ചടി നൽകിയപ്പോൾ ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും അതിൽ ആഹ്ലാദം പൂണ്ടപ്പോൾ കുറച്ചാളുകൾ മാത്രം ഇന്ത്യ തിരിച്ചടി നൽകിയപ്പോൾ അതിൽ നിരപരാധികൾ കൊല്ലപ്പെട്ടു. നിരപരാധികളെ കൊല്ലുന്നതിലേക്ക് കടക്കരുത്. ആമിന നിജാം എന്നു പേരുള്ള ഇന്ത്യൻ അഭിനേത്രി, മലയാള സിനിമയിലും കുറെ കഥാപാത്രങ്ങളെയൊക്കെ അവതരിപ്പിച്ചിട്ടുള്ള നടിയാണ്. അവർ പറഞ്ഞത്, ഇന്ത്യയുടെ ഈ നടപടി ഓർത്ത് ഞാൻ ലജ്ജിക്കുന്നു, ഒരു യുദ്ധം എന്ന ഇന്ത്യയുടെ തീരുമാനത്തെ ഓർത്ത് ഞാൻ ലജ്ജിക്കുന്നു എന്നാണ്. ഇവരോടൊക്കെ പറയാനുള്ളത്, അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് വരാം, ഇന്ത്യയെ പോലെ സംയമനം പാലിക്കുന്ന മറ്റൊരു രാജ്യമുണ്ടാവില്ല. ഇത്രയും സമയമെടുത്ത് വളരെ പ്രൊഫഷണലായിട്ട് വളരെ ചിന്തിച്ചാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇന്ത്യ ഓരോ കാര്യങ്ങളും ചെയ്തു വന്നത്. അവസാന മാർഗം എന്നോണമാണ് ഇന്ത്യ ഒരു ആക്രമണത്തിലേക്ക്, പ്രത്യാക്രമണത്തിലേക്ക് കടന്നത്. ഒരു യുദ്ധമുണ്ടായാലും ഏത് സമയത്തെയും ഏത് ആക്രമണത്തെയും എന്തും നേരിടാൻ ഇന്ത്യ സജ്ജമാണെന്ന് അറിയിച്ചതും അവസാന ഘട്ടത്തിലാണ്. അതിനു മുമ്പ് പല കരാറുകൾ റദ്ദാക്കിയും വെള്ളം കുടി മുട്ടിച്ചുമൊക്കെ പല സൂചനകൾ നൽകി ഇന്ത്യ ഈ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തെ ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടും വീണ്ടും വീണ്ടും പ്രകോപനമുണ്ടാക്കി. കഴിഞ്ഞ ദിവസം ഉറിയിൽ ഷെല്ലാക്രമണം നടത്തി. എന്നിട്ടും വ്യാജ പ്രചാരണങ്ങൾ നടത്തുകയാണ് പാകിസ്ഥാൻ. പാകിസ്ഥാന്റെ സ്ഥിരം പരിപാടിയാണത്. ഇന്ത്യയുടെ വിമാനങ്ങളെല്ലാം അവർ തകർത്ത് കളഞ്ഞു. അതുപോലെ തന്നെ പാകിസ്ഥാനിൽ ഒരുപാട് സാധാരണക്കാർ, സ്ത്രീകളും കുട്ടികളും അടക്കം കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഇന്ത്യ ഒരു ഭീകരാക്രമണം നടത്തി എന്ന രീതിയിലാണ് പാകിസ്ഥാൻ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നിന്നുകൊണ്ട്, ഭാരതീയരായി ഇരുന്നുകൊണ്ട് ഇന്ത്യക്കെതിരായിട്ട് ഇത്തരം പരാമർശങ്ങൾ ഉയർത്തുന്നവരെ പാകിസ്ഥാനികളാക്കി കണക്കാക്കി അവരെ അവർക്ക് ഇഷ്ടപ്പെട്ട രാജ്യത്തേക്ക് തിരിച്ചയക്കുന്നതാണ് ഉത്തമമെന്ന് തോന്നുന്നു. ആമിന നിജാം മാത്രമല്ല, മറ്റൊരാൾ കൂടിയുണ്ട്. ആമിന നിജാമിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് പറയാം. അതേ, ഞാൻ ലജ്ജിക്കുന്നു. നിരവധി ചോദ്യങ്ങൾക്ക് ഇപ്പോഴും ഉത്തരം കിട്ടാതിരിക്കുമ്പോഴും രാജ്യം അതിന്റെ സാമ്പത്തികാവസ്ഥയിൽ ഏറ്റവും മോശപ്പെട്ട സാഹചര്യത്തിൽ നിൽക്കുമ്പോഴും എന്റെ രാജ്യം കൊലയെ ഒരു പരിഹാരമായി കാണുന്നതിൽ ഞാൻ ലജ്ജിക്കുന്നു. യുദ്ധമോ കൊലപാതകങ്ങളോ സമാധാനം കൊണ്ടുവരില്ല എന്നത് ഓർക്കുക. ഞാൻ ഇതിനെ പിന്തുണയ്ക്കില്ല. പഹൽഗാം ആക്രമണത്തിന് പ്രതികാരം ചെയ്തുവെന്ന് കരുതുന്ന ആളുകൾ ശരിക്കും മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ കടന്നു പോകുന്ന ഈ യുദ്ധത്തിൽ നഷ്ടം സാധാരണക്കാർക്ക് മാത്രമാണ്. ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ചിന്തിക്കുന്ന ഒരു ഇന്ത്യക്കാരിയാണ് ഞാൻ, അല്ലാതെ ഈഗോ വ്രണപ്പെടുമ്പോൾ മാത്രം സംസാരിക്കുന്നവളല്ല എന്നാണ് അവരുടെ ഇൻസ്റ്റാഗ്രാം. ഒരു യുദ്ധമുണ്ടായാൽ അതിലൂടെ ഒരു രാജ്യത്തിന് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എന്നതും അതിന് രാജ്യം കൊടുക്കേണ്ടി വരുന്ന വില എന്താണെന്നും അറിയാത്ത ആളുകളൊന്നും ഇവിടെ ഇല്ല. പരമാവധി ഇന്ത്യ അതിന് ശ്രമിക്കുകയും ചെയ്തു. പാകിസ്ഥാനിൽ എന്തെങ്കിലും ഒരു വേദന ഉണ്ടാകുമ്പോൾ, അവർക്ക് എന്തെങ്കിലും ഒരു തിരിച്ചടി കിട്ടുമ്പോൾ ഇവിടെ ഇരുന്ന് വേദനിക്കുന്നത് അത് രാജ്യത്തോടുള്ള, നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹമല്ല, യുദ്ധത്തിൽ പൊലിയുന്ന നിഷ്കളങ്കരായിട്ടുള്ള ജീവനുകളെ ഓർത്തുള്ള നിങ്ങളുടെ ദുഃഖവുമല്ല എന്ന് അല്പം ബോധമുള്ളവർക്ക് മനസ്സിലാകുന്നുണ്ട്. ഇതുപോലെ തന്നെ CPIM നേതാവ് M സ്വരാജും ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചു. അദ്ദേഹവും പറയുന്നത്, യുദ്ധം എന്നത് ഏതോ ഒരു അതിർത്തിയിൽ നടക്കുന്ന പൂരമായിട്ടാണ് പലരും ഇപ്പോൾ ചിന്തിക്കുന്നത്. സ്വന്തം ജീവിതത്തെ ഒന്നും ബാധിക്കില്ല എന്നാണ് പലരും കരുതുന്നത്. പക്ഷെ ഒരു യുദ്ധം ഉണ്ടായാൽ നമുക്ക് അത് സംഭവിക്കും, ഇത് സംഭവിക്കും, അങ്ങനെ ഉണ്ടാകാം, ഇങ്ങനെ ഉണ്ടാകാം. ആളുകളെ ഒരു യുദ്ധ സാഹചര്യത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞ് ഭീതിപ്പെടുത്തി ഇന്ത്യ ഒരു യുദ്ധം എന്ന തീരുമാനത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനെ പിന്തുണയ്ക്കരുത് എന്നുള്ള രീതിയിലാണ് M സ്വരാജിന്റെയും ഫേസ്ബുക്ക് കുറിപ്പ്. ഇത്തരമൊരു സാഹചര്യത്തിൽ രാജ്യം കടന്നു പോകുമ്പോൾ ഇങ്ങനെ കാര്യങ്ങളോട് പ്രതികരിക്കുന്നവരെ ദേശവിരുദ്ധരായിട്ട് മുദ്രകുത്തി അവർക്ക് കൃത്യമായിട്ടുള്ള ശിക്ഷകൾ കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. സ്വന്തം വീട് തകരാത്തിടത്തോളം ചിലർക്ക് യുദ്ധം എന്നത് അതിർത്തിയിലെ പൂരമാണ്. സ്വന്തം കുഞ്ഞു കൊല്ലപ്പെടുന്നത് വരെ യുദ്ധം ആസ്വദിക്കുന്ന മാനസികാവസ്ഥയുള്ളവരെ കാലം തിരുത്തട്ടെ.
യുദ്ധത്തിൽ വിജയികളില്ല എന്നതാണ് സത്യം. ഏത് യുദ്ധത്തിലും ആദ്യം തോൽക്കുന്നത് സാധാരണക്കാരായ മനുഷ്യരും സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ്. യുദ്ധം ക്ഷാമവും ദാരിദ്ര്യവും അരക്ഷിതാവസ്ഥയുമാണ്. അനാഥരും അഭയാർത്ഥികളും ശ്മശാനങ്ങളും പലായനങ്ങളും ഒക്കെയാണ് യുദ്ധത്തിന്റെ ശേഷിപ്പുകൾ. ഇതൊക്കെയാണ് പറയുന്നത്. അതായത് ഒരു യുദ്ധമുണ്ടായാൽ അതിനെ നേരിടാൻ പൂർണ്ണ സജ്ജമായിട്ടുള്ള കരുത്തുറ്റ ഒരു സേനയുള്ള ഒരു രാജ്യമാണ് തൻ്റേത്. ഒരുപാട് സംസ്കാരങ്ങളും മൂല്യങ്ങളുമാണ് ഭാരതത്തിന്റെ അടിത്തറ, ഭാരതം എന്ന രാജ്യത്തിന്റെ അടിത്തറ. അതറിയാത്ത ഒരുപാട് പേരുണ്ട്. നീതിക്ക് എപ്പോഴും മുൻതൂക്കം കൊടുക്കുന്ന ഒരു സംസ്കാരം തന്നെയാണ് നമ്മുടേത്. വക്കീൽ പരീക്ഷ പാസ്സായി ഇറങ്ങുന്ന ഓരോരുത്തരും പോലും പ്രതിജ്ഞ ചെയ്യുന്നത് എന്താണ്? 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന്. അത് ഭാരതത്തിലെ സംസ്കാരത്തിൽ ഊന്നിയുള്ള ഒരു നീതി നിർവഹണത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരിക്കലും ഒരു ലോകത്ത് ഒരു രാജ്യങ്ങളിലും പെട്ട ആരും പറയില്ല ഇന്ത്യ ഭീകരാക്രമണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളാണ് എന്ന് മറ്റാരും പറയില്ല. അമേരിക്കയും റഷ്യയും ഇസ്രായേലും ഉൾപ്പെടെ എല്ലാ ലോകരാജ്യങ്ങളും ഇന്ത്യക്ക് സമ്പൂർണ്ണ പിന്തുണ അറിയിക്കുമ്പോൾ ഒരു സ്വയരക്ഷയ്ക്ക് വേണ്ടി അല്ലാതെ, ഒരു ചെറുത്തുനിൽപ്പിന് വേണ്ടി അല്ലാതെ ഇന്ത്യ ഒരു യുദ്ധം എന്ന കാര്യത്തിലേക്ക് കടക്കില്ല എന്ന് ഉറച്ചു പറയുമ്പോൾ ഭാരതത്തിൽ ജീവിക്കുന്ന കുറച്ചു പാകിസ്ഥാനികൾ പാകിസ്ഥാനോടുള്ള അടങ്ങാത്ത സ്നേഹത്തിന്റെ പുറത്ത് ഇന്ത്യയുടെ തീരുമാനങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കുന്നത് വളരെ ഖേദകരമാണ്. ഇങ്ങനെയുള്ള ആളുകളെ സമൂഹം ഒറ്റപ്പെടുത്തണം, ഇവരുടെ ആശയങ്ങളെ ഒറ്റപ്പെടുത്തണം, ഇവർക്ക് കൃത്യമായിട്ടുള്ള ശിക്ഷ നടപ്പിലാക്കുക.